ഹലോ ഫ്രണ്ട്സ്, മഴതോരു മുംബൈയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി ബാലചന്ദ്രനോട് പറയാനുണ്ട്, ഞാനിവിടുന്ന് ഇറങ്ങിയാലും നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല, ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും തന്നെ പോവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഒരുത്തി പാർപ്പിച്ചിട്ടുണ്ടല്ലോ, അവളെ അടിച്ച് പുറത്താക്കണം. എന്നിട്ട് ആ വീട് മുഴുവൻ ശുദ്ധീകരിച്ച് ചാണകവെള്ളം തളിച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്നെ അവിടെ കൊണ്ടുപോയാൽ മതി. അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് കയറി വരില്ല. വല്ലവൻ്റെ എച്ചിൽ തിന്നാനുള്ളവളല്ല ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ശരി, നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്തായാലും ഇന്ന് ഡിസ്ചാർജ് ഉണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കി തീരുമാനിക്കാം എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ പുറത്തേക്ക് വരിക. അപ്പോൾ സുനന്ദ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ സുനന്ദ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രനോട്, ഏട്ടാ ഇന്ന് ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ നേരെ വീട്ടിലേക്ക് തന്നെയല്ലേ കൊണ്ടുപോകുന്നത്? എന്തെങ്കിലും പറഞ്ഞ് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കിക്കൂടെ? അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എടി പറയാനുള്ളത് മുഴുവനും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അഹങ്കാരം അല്ലാതെ എന്ത് ചെയ്യാൻ? അവനവൻ വരുത്തുന്നവന് അവനവൻ തന്നെ അനുഭവിച്ച് വെക്കണ്ടേ, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾ വേറെ പോകുന്നു, വീടെടുത്ത് പോകുന്നു ഒക്കെയാണ് പറയുന്നത്. അങ്ങനെയൊന്നും വേണ്ട ഏട്ടാ, എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ സെപ്പറേറ്റ് ഇങ്ങനെ മാറിയൊക്കെ താമസിക്കാൻ നിന്ന ആളുകൾ എന്താ പറയുക, നാണക്കേടല്ലേ? അതുകൊണ്ട് ഒരുമിച്ച് പോകുന്നതല്ലേ നല്ലത് എന്ന് സുനന്ദ പറഞ്ഞ് നിൽക്കുമ്പോൾ ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണ്, മിസ്റ്റർ ബാലചന്ദ്രൻ എങ്ങനെയുണ്ട്? ഡോക്ടർ, വൈഫിനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമല്ലോ? എന്തായാലും ഡിസ്ചാർജ് ചെയ്യാം, പക്ഷേ നല്ലൊരു ഹോം നേഴ്സ് വേണം. നിങ്ങളുടെ വീട്ടിൽ സ്വന്തമായിട്ടൊരു ഹോം നേഴ്സ് ഉള്ള സ്ഥിതിക്ക് വീട്ടിൽ തന്നെ കൊണ്ടുപോകുന്നതാവും നല്ലത്. ഞാനിന്ന് പേഷ്യൻറ്റിനോട് സംസാരിക്കട്ടെ. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാം. അങ്ങനെ ഡോക്ടർ നേരെ അകത്തേക്ക് കയറി വരുന്ന വൈജിയോട് സംസാരിക്കാൻ കേട്ടോ. ഇന്ന് എന്തായാലും നമുക്ക് ഡിസ്ചാർജ് ചെയ്താലോ? കുഴപ്പമൊന്നുമില്ലല്ലോ, വീട്ടിൽ നോക്കാൻ ആളുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല എന്നൊക്കെ പറയുമ്പോൾ ഉടനെ വൈജയന്തി പറയണം, ഡോക്ടറെ എനിക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട്. എന്താ അസ്വസ്ഥത? അല്ല, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. എനിക്ക് നല്ല ബാക്ക് പെയിനുണ്ട്. പിന്നെ നട്ടലിന് മാത്രമല്ല, കഴുത്തിനും ഇടുപ്പിനും ഒക്കെ നല്ല വേദനയുണ്ട്. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നുകൂടെ ഒന്ന് സ്കാനൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അതാ ഇന്ന് എന്തായാലും ഡിസ്ചാർജ് വേണ്ട ഡോക്ടർ, 2 ദിവസം കഴിയട്ടെ. എന്നാൽ പിന്നെ പേഷ്യൻ്റ് പറയുന്നത് പോലെ നമുക്ക് ചെയ്യാം. വിഷമിക്കണ്ട കേട്ടോ, നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തൃപ്തിയായി എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പോയാൽ മതി. വിഷമിക്കണ്ട. എന്നാൽ പിന്നെ ഇന്ന് ഡിസ്ചാർജ് വേണ്ട, മറ്റുള്ള ടെസ്റ്റുകൾക്കൊക്കെ ഞാൻ എഴുതിത്തരാം. ശരി ഡോക്ടർ എന്ന് പറയാം. തിരിച്ചു വന്ന് ഡോക്ടർ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അവർക്ക് എന്തായാലും നല്ല പെയിന് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാനുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് ഡിസ്ചാർജ് നടക്കില്ല, കുറച്ച് 2-3 ദിവസം കൂടെ നോക്കട്ടെ, സ്കാനിങ്ങിനൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ശരി, അങ്ങനെ ആയിക്കോട്ടെ. പേഷ്യൻറ്റിന് പറയണ പോലെയല്ലേ നമ്മൾ നോക്കേണ്ടത്, അവരുടെ ആരോഗ്യമല്ലേ നമ്മൾ നോക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുകയാണ് ഡോക്ടറിനോട്. അയാൾ പോയി കഴിയുമ്പോൾ സുനന്ദയോട് പറയാം, കണ്ടോ ഇതവൾ മനഃപൂർവ്വമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൾക്ക് വീട്ടിലേക്ക് വരാൻ താല്പര്യമില്ല. അവളുടെ കാര്യം അവൾ തന്നെ നോക്കിക്കോട്ടെ. സുനന്ദയെ, നീ ഒരു കാര്യം ചെയ്യും, ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട, വീട്ടിലേക്ക് പോക്കോ. നീ അവളെ കൊണ്ട് യാത്ര പറഞ്ഞിട്ട് വാ. അത് കഴിഞ്ഞ് ഞാനും ഒന്ന് കയറുന്നുണ്ട്, അത് കഴിഞ്ഞ് നിന്നെ ഞാൻ ജംഗ്ഷനിൽ വിട്ടേക്കാം, കാറിൽ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറയാം. അങ്ങനെ സുനന്ദ പോയി യാത്ര ചോദിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ ബാലചന്ദ്രൻ കയറുവാണ്. ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, കൊള്ളാം, നന്നായിട്ടുണ്ട്, നിൻ്റെ അടവാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ച് വെച്ചിരിക്കുന്നത്? നിങ്ങളെ ശക്തി കൊണ്ടായിരിക്കും നിങ്ങൾ പല കാര്യങ്ങളും നേടിയെടുക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, വൈജയന്തി ബുദ്ധി കൊണ്ടാണ് കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയോ? ഇഷ്ടംപോലെ സ്വത്തും പണവും ഉള്ള നല്ലൊരു കുടുംബത്തിൽ വളർന്നവളാണ് ഞാൻ. അല്ല, അന്തസ്സോടു കൂടിയാ. എൻ്റെ അച്ഛൻ ആരുടെയും കൈ പോയി ഓശാനിച്ച് നിൽക്കേണ്ട ഗതിയൊന്നും അദ്ദേഹത്തിന് വന്നിട്ടില്ല. എല്ലാവരും അദ്ദേഹത്തിന് മുന്നിൽ വന്ന് നിന്നിട്ടേ ഉള്ളൂ. ആരോടും യാചിക്കേണ്ട ഗതികേട് വന്നില്ല. രാജാവിനെ പോലെ ജീവിച്ചൊരു കുടുംബമാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ വലിയ അതിൽ പൊക്കി പറയുന്നുണ്ട് വൈജ ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട്. ഇതെല്ലാം കേട്ട് ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് ഇരിക്കുക കേട്ടോ അവിടെ. കൊള്ളാം, നീ ഇതിനെക്കുറിച്ചൊന്നും നീ എന്നോട് വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിൻ്റെ അഹങ്കാരം നീ തന്നെ വെച്ചോ. പക്ഷേ നിന്നെക്കുറിച്ച് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എലിയെ പിടിച്ച് എല്ലാം ചുടേണ്ട ഒരു ഗതിയാണ് നീ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ എനിക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നെ അറിയാം. നിങ്ങളൊന്നും തീരുമാനിക്കേണ്ട കാര്യമില്ല. മതി, നിങ്ങൾ തീരുമാനിച്ചു. ഈ വൈജയന്തി ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. വൈജയന്തി എന്നുള്ള പേരിൻ്റെ അർത്ഥം പോലെ നിങ്ങൾക്ക് എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. വേണ്ടടി, നീ പറയേ വേണ്ട, എനിക്ക് മറ്റുള്ള പുസ്തകങ്ങളോ കാര്യങ്ങളോ നോക്കുകയും വേണ്ട. നിൻ്റെ മുഖത്ത് തന്നെ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയാം. എന്നിട്ട് ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, അഹങ്കാരം, ധാർഷ്ട്യം എന്തൊക്കെയാണ് ഉള്ളത് അതെല്ലാം നിൻ്റെ മുഖത്തുണ്ട്. ഇനി കൂടുതലായിട്ട് നീ ഒന്നും പറയാനുമില്ല. പിന്നെ നീ വരുത്തി വെച്ച വേണം, അത് നീ തന്നെ അനുഭവിക്കണം. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനൊന്നുമില്ല എന്ന് പറഞ്ഞ് കുറേ വഴക്ക് വൈജയന്തിക്കും ബാലചന്ദ്രനെ കൊടുത്തിട്ട് ഇറങ്ങി കഥക് ഡോറൊക്കെ വലിച്ചടച്ചിട്ടാണ് ഇറങ്ങി അങ്ങ് പോകുന്നത്. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹരി ശരണ്യം കൂട്ടി ആ ഒരു
വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. വരുന്ന വഴി ശരണ്യയ്ക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. വലിയ വീടാണോ, അവിടെ ആരൊക്കെയുണ്ട്, എത്ര പേര് കാണും ഫംഗ്ഷന്, എന്തൊക്കെ കാണും, ഇങ്ങനെയുള്ള സംശയങ്ങളെല്ലാം കൃത്യമായിട്ട് ഹരി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. വരുന്ന വഴി നല്ലൊരു ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ശരണ്യയ്ക്ക് അത് ഇഷ്ടമാവാണ്ട് നല്ല വിലയുള്ള ഡ്രസ്സാണ്. അങ്ങനെ വരുന്ന കാറിൽ വരുമ്പോൾ ഇതിനിടയിൽ കൂടെ നമ്മൾ രോഹിത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ രോഹിത് ആശുപത്രിയിൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ബാലചന്ദ്രൻ മനസ്സിലാക്കിയല്ലോ. ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ അലീനയെ വിളിച്ച് പറയാനുണ്ട്, അലീന നീ എന്തായാലും ബെഡൊന്നും ശരിയാക്കി വെക്കണ്ട കേട്ടോ, ഇന്ന് അവിടെ നമുക്ക് ഇന്ന് ഡിസ്ചാർജൊന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ട് ബെഡൊന്നും ശരിയാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല, കുറച്ച് 2-3 ദിവസം കൂടെ കഴിയട്ടെ. പിന്നെ രോഹിത്തെ ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അച്ഛാ ആ പോക്ക് ശരിയായിട്ടുള്ളതല്ലെന്ന്. അത് ശരിയാ എന്നും പറയാനുണ്ട്. അങ്ങനെ രോഹിത്ത് നേരെ വരുന്നത് ഇവിടെ തന്നെ. രോഹിത്തിനാകെ ടെൻഷനാണ്, അവനാൾ പാവമാണല്ലോ, ഭയങ്കര പേടിയാട്ടോ. അപ്പോൾ അവിടെ കള്ളും കഞ്ചാവും കഴിക്കാനുള്ളതും ഒക്കെ റെഡിയാണ്. ഇത് കാണുമ്പോൾ രോഹിത്ത് ചോദിക്കണത് ഇതൊക്കെ ആരാ വാങ്ങിയത്? മറ്റുള്ള ഹരിയുടെ കൂട്ടുകാർ പറയും ഇതൊക്കെ ഞങ്ങൾ തന്നെയാണ് വാങ്ങിയത്. ഓ അത് ശരി, അപ്പോൾ നീ എന്താടാ ഇങ്ങനെ വിയർത്ത് നിൽക്കുന്നത്? അല്ല എനിക്ക് നല്ല ടെൻഷനുണ്ട്. ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല, അവളും അവനും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ നീ തന്നെ അങ്ങോട്ട് പോയി സ്വീകരിക്കുക. ഇല്ലല്ല ഞാൻ പോവില്ല എന്ന് രോഹിത്ത് പറയാട്ടോ. ഓ നാശം, ഇവൻ്റെ ഒരു പേടി. അങ്ങനെ കൊണ്ടുവന്നതിൽ പകുതി കള്ളും നമ്മൾ രോഹിത്ത് കുടിക്കുകയാണ് കേട്ടോ. ടെൻഷൻ കാരണം അങ്ങനെ കുടിച്ച് പോവാണ്. ശരണ്യയും കൂട്ടി അവിടെ വരുവാണ്. ശരണ്യയ്ക്ക് വന്നിറങ്ങുമ്പോൾ തന്നെ നല്ല സംശയമുണ്ട്. കാരണം വീട്ടിൽ അലങ്കാരങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല, ഫംഗ്ഷൻ്റേതായിട്ടുള്ള ഒരു ഇതും കാണുന്നില്ല. അപ്പം പെട്ടെന്ന് തന്നെ ഹരി ഒരു കൊക്കക്കോള എടുത്ത് കുടിച്ചിട്ട് നീട്ടുന്നുണ്ട്. അപ്പോൾ ശരണ്യ പറയുകയാണ് എനിക്ക് വേണ്ട, ഞാൻ ഈ കോളയൊന്നും കഴിക്കില്ല. അങ്ങനെയാണെങ്കിൽ മിനറൽ വാട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നേ ഹരിയേട്ടാന്ന് പറയാം. മിനറൽ വാട്ടറിനകത്ത് കുറച്ച് കഞ്ചാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിനെ എടുത്ത് ഈ കുട്ടിക്ക് കൊടുക്കുവാണ്. അങ്ങനെ ശരണ്യ അത് 2-3 കവള് കുടിക്കുമ്പോൾ മതി ഇനി പിന്നെ കുടിക്കാം. അതെന്താ? അതല്ല നീ ഇപ്പോഴേ അങ്ങ് കുടിച്ച് തീർക്കല്ലേ, അകത്ത് പോയി ഭക്ഷണമൊക്കെ കഴിക്കാനുള്ളതാന്ന് പറയാം. ഓ സ്ട്രേഞ്ചേഴ്സിൻ്റെ വീട്ടിലൊക്കെ പോയാൽ ഒന്നും വാങ്ങി കഴിക്കരുതെന്നാണ് എൻ്റെ വീട്ടിലുള്ളവർ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് ശരണ്യ പറയാം. പക്ഷേ അതിനു മുന്നേ അവളിത് കുടിച്ചല്ലോ. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി റൂമിലേക്ക് കയറി വരുവാണ്. ആദ്യം ഹാളിൽ കൊണ്ടിരുത്തും കേട്ടോ. അപ്പോൾ തന്നെ ശരണ്യയ്ക്ക് വല്ലാതെ തളർന്നു തുടങ്ങി. അപ്പോൾ പറയുന്നുണ്ട് ഹരിയേട്ടാ എനിക്ക് വല്ലാതെ തൊണ്ട വിറലോ, എനിക്ക് കുറച്ചുകൂടെ തരണമെന്ന് വെള്ളം. വീണ്ടും ആ വെള്ളം കുടിപ്പിക്കുകയാണ് ഹരി. അങ്ങനെ രോഹിത്തും മറ്റുള്ള കൂട്ടുകാരന്മാരൊക്കെ വന്നിങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മറ്റുള്ളവന്മാർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ, ഇവളിങ്ങനെ ബോധം നശിക്കുന്നത് കാണുമ്പോൾ. രോഹിത്താണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അവസാനം ശരണ്യ തളർന്നു പോയി. ശരണ്യെ പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഒരല്പം റെസ്റ്റ് എടുക്കുക, നമുക്ക് റൂമിലേക്ക് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നു. ആദ്യം വേണ്ടാന്ന് പറയണമെങ്കിലും പിന്നെ ശരണ്യയുടെ നാക്കെല്ലാം കുഴഞ്ഞു പോയി, പിന്നെ സംസാരിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ആകെ കുഴഞ്ഞ് ഹരിയുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുവാണ് കേട്ടോ. ഹരി അവളെ താങ്ങി പിടിച്ച് ബെഡ്റൂമിലേക്ക് കൊണ്ട് കിടത്തുവാണ്. എന്നിട്ട് കൂടെ കിടന്ന ശരീരം മുഴുവൻ ഒന്ന് ആസ്വദിക്കുന്നുണ്ട്. പാവം ശരണ്യ അറിയാനില്ലല്ലോ, പുറത്ത് നിൽക്കുന്നവന്മാരും കാത്ത് നിൽക്കാൻ കേട്ടോ ഹരിയുടെ അടുത്ത ഊഴ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. രോഹിത്താണെങ്കിൽ പേടിച്ച് പറിച്ച് അവിടെ നിന്ന് കള്ള് മുഴുവനും എടുത്ത് കുടിച്ചിട്ടുണ്ട്. കൂടെ നിന്നവൻ ചോദിക്കണേ എടാ വാങ്ങിച്ചുകൊണ്ട് വന്നത് മുഴുവനും നീ കുടിച്ച് തീർക്കോ? അല്ല എനിക്ക് ടെൻഷൻ കൊണ്ടിട്ടാ. കൊള്ളാം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവന്മാർ നേരെ എല്ലാവരും മുറിയിലേക്ക് കടന്നു വരുവാണ് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.